അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും നേരിട്ടും അറിയിച്ച ആളുകൾ, റഹ്മുർ-റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായി എല്ലാ മുറാദുകളും നീ ഹസ്സിലാക്കണേ അല്ലാഹ്. അവരെ ഹലാലായ മുറാദുകളെ നീ ഹസ്സിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാഹ്. നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ കാണുന്നവർ അല്ലാഹുവേ, അവരെ നീ തളർത്തല്ലേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, ഈ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ റഹ്മത്തിന്റെ 10 നമ്മൾ ഇന്ന് വിട പറഞ്ഞു. നാം നിലകൊള്ളുന്നത് മഅ്ഫിറത്തിന്റെ 10-ലാണ്, പാപമോചനത്തിന്റെ 10-ലാണ്. ആദ്യ 10 നമ്മൾ ഇന്ന് വിട പറഞ്ഞു. രണ്ടാമത്തെ 10-ലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, അറിഞ്ഞു വന്നുപോയ പാപങ്ങൾ, അറിയാതെ വന്നുപോയ പാപങ്ങൾ, ഈ ഒരു 10-ല് അല്ലാഹുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് കേഞ്ഞ് അപേക്ഷിച്ച് നമ്മളെ പാപങ്ങൾ നമ്മൾ പുറത്തെടുക്കണമെന്ന്. നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ ഈ ഒരു 10 കാരണമാകണം. ഈ ഒരു 10-ലെങ്കിലും നമ്മളെ പാപങ്ങൾ പുറത്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടം ജീവിതത്തിൽ പേറി നടക്കുന്നവരാണ്. വലിയ നഷ്ടം ജീവിതത്തിൽ വന്നു പോകുന്നവരാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ജീവിതത്തിൽ വലിയ നഷ്ടം നമ്മൾ സമ്പാദിക്കേണ്ടി വരും. അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമ്മൾ പാപങ്ങൾ നമ്മൾ പൊറുക്കണം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ വന്നു പോയവരാണ്. അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ, അറിയാതെ വന്നു പോയ പാപങ്ങൾ. നമ്മളെ പാപങ്ങൾ പൊറുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട 10, ധാരാളം പാപമോചനങ്ങൾ ചോദിക്കേണ്ട 10, ധാരാളം തൗബകൾ അധികരിപ്പിക്കേണ്ട 10. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മത്തിന്റെ 10 ഞങ്ങൾ കടന്നു നീങ്ങി. അല്ലാഹുവേ, ഞങ്ങൾ റഹ്മത്തിന്റെ 10-ൽ ചെയ്ത ധാരാളം നല്ല നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മത്തിന്റെ 10-ല് റഹ്മത്ത് നേടിയെടുക്കുന്നവരിൽ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നേടിയെടുത്തവരിൽ അല്ലാഹ് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. മഅ്ഫിറത്തിന്റെ 10-ആണ്, പാപമോചനത്തിന്റെ 10. നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. ഈ ഒരു 10-ൽ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം. ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ വിളിച്ച്, അവിടുത്തെ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ വിളിച്ച് ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി കൂട്ടമായിട്ടുള്ള ദുആഇന്റെ മജ്ലിസാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. റമളാനിലെ രണ്ടാമത്തെ 10 മഅ്ഫിറത്തിന്റെ 10 അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ പല മുറാദുകൾ, പല ഉദ്ദേശങ്ങൾ വെച്ച് മജ്ലിസ് കാണുന്നവരുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് കടക്കുക.
എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഫാത്തിഹ ഓതുന്ന സമയത്ത് എൻ്റെ കൂടെ ഏറ്റു ഫാത്തിഹ ഓതുക. എല്ലാവരും ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഫാത്തിഹ ഓതുന്ന സമയത്ത് എൻ്റെ കൂടെ ഏറ്റു ഓതുക. പിന്നീട് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ ദിക്റുകൾ ചൊല്ലുന്ന സമയത്ത് എൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏറ്റ് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. പിന്നീട് കൂട്ടമായിട്ടുള്ള ദുആ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ മജ്ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് കടക്കുക. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. മഹാന്മാരെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. لا حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا خطب الرباني والعز السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت
أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجہ معین الدین الجستیر الأجمیری قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي با حسن زمليلي كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا
سي مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതിൻ്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും നീ പൂവണിയിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ നീ പരിപൂർണ ശിഫാ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ നീക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രതിസന്ധികളല്ലോ നീ തരണം ചെയ്യാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള് അല്ലാഹ് നീ പുറത്തു നൽകണേ അല്ലാഹ്. ഈ മഅഫിറത്തിന്റെ പത്തിൽ നീ ഞങ്ങൾക്ക് പാപം നീ പുറത്തു നൽകണേ അല്ലാഹ്. നീ പുറത്തു നൽകണേ അല്ലാഹ്. ഈ റമളാനിനെ നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ പരാജിതരിൽ നീ ചേർക്കല്ലേ അല്ലാഹ്. നീ ചേർക്കല്ലേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസ് രാവിലെ മുടങ്ങാതെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. ധാരാളം കാര്യങ്ങൾ മാറ്റിവെച്ച്, അവരെ കാര്യങ്ങൾ മാറ്റിവെച്ച്, അവരെ ജോലികൾ മാറ്റിവെച്ച് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സയ്യിദിയ മജ്ലിസ്, സാദാതീങ്ങളെ നോട്ടമുള്ള മജ്ലിസ്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്ലിസ്, മഹാനായ കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളൊക്കെ വല്ലിപ്പയായ ഞങ്ങളൊക്കെ ഉപ്പാപ്പയായ ജമലുല്ലൈലിപ്പാപ്പയുടെ കാവലുള്ള മജ്ലിസ്, അവിടെ നോട്ടമുള്ള മജ്ലിസ്, അവരെ ഹാദിറാകുന്ന മജ്ലിസ് അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു അല്ലാഹ്. നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹ് നീ തക്കതായ പ്രതിഫലം നീ ഇരു വീട്ടിലും നീ കൊടുക്കണം അല്ലാഹ്. നീ കൊടുക്കണം അല്ലാഹ്. നീ കൊടുക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കണം. എല്ലാവരും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടി ഏറ്റുചൊല്ലി മനസ്സിൽ മുറാദ് മനസ്സിലുണ്ട് കരുത്. നിങ്ങൾ ഉദ്ദേശങ്ങളെ മനസ്സിൽ കരുതിക്കോ. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഏറ്റുചൊല്ല്. ഈ പവിത്രമാക്കപ്പെട്ട റമളാനിലെ ഓരോരോ ദിനങ്ങളിലും ഓരോരോ ദിനരാത്രങ്ങളിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്ർ ഈ 30 ദിവസവും നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ആ ദിക്ർ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചൊല്ലാൻ പഠിപ്പിച്ച ദിക്ർ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. എൻ്റെ മുഅ്മിനീങ്ങളെ ചൊല്ലണേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ
النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار റഹ്മാൻ റഹീമീനായ തമ്പുരാനെ ഈ ദിക്റിനെ അല്ലാഹ് ഞങ്ങൾ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഈ റമദാൻ ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് നീ ചേർക്കണം അല്ലാഹ് നീ ചേർക്കണം അല്ലാഹ് ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണം അല്ലാഹ് ഞങ്ങൾക്ക് നീ മഅഫിറത്ത് നൽകണം അല്ലാഹ് മർഹമത്ത് നീ നൽകണം അല്ലാഹ് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണം അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രയാസങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ് ഒരു ഇടങ്ങേറുകൾ നീ കൊടുക്കല്ലേ അല്ലാഹ് അടുത്ത ദിക്ർ ഈ രണ്ടാമത്തെ പത്തില് മഅഫിറത്തിന്റെ പത്തില് നമ്മൾ ധാരാളമായി ചൊല്ലേണ്ട ദിക്ർ നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള് അറിയാതെ വന്നു പോയ പാപങ്ങള് വൻപാപങ്ങള് ചെറുപാപങ്ങൾ അല്ലാഹു പൊറുക്കാൻ കാരണമാകുന്ന ദിക്ർ ഈ രണ്ടാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ർ വെറും ഒരു നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 3 പ്രാവശ്യം ചൊല്ലി ഈ ദിക്റിന് ചുരുക്കടലും തുമ്പിനിങ്ങളെ ചുരുക്കരുത്. ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് റമദാനിലെ രണ്ടാമത്തെ പത്തിലാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇരിക്കുന്ന ഇരുത്തം അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന അല്ലാഹുവേ ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തു നോക്കിയാൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു പറയുന്നു ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവരാണ്, അല്ലാഹു കരുണ ചെയ്യുന്നവരാണ്. അല്ലാഹു പല സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു പുറത്തു നൽകും. നിങ്ങൾ ചോദിക്കേണ്ട താമസമുള്ളൂ എൻ്റെ മുഅ്മിനീങ്ങളെ. അല്ലാഹു പുറത്തു നൽകും. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു നൽകും. ഈ മഅഫിറത്തിന്റെ പത്തിൽ നമ്മൾ പാപങ്ങൾ പൊറുക്കണം, അല്ലെങ്കിൽ നമ്മൾ വലിയ പരാജിതരാണ്. അല്ലാഹു ഈ മഅഫിറത്തിന്റെ പത്തിൽ നമ്മളെ പാപങ്ങൾ പൊറുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ പരാജിതരാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ മഅഫിറത്തിന്റെ പത്തില്, പാപമോചനത്തിന്റെ പത്തില് ധാരാളമായി നമ്മൾ ഈ ദിക്റിനെ ചൊല്ലണം. അല്ലാഹു പല സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഗഫൂർ, ഗഫാർ, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് ഈ ഇരുത്തത്തിൽ നമുക്ക് തന്നെ ചോദിക്കാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ്, നീ പുറത്തു നൽകണേ അല്ലാഹ്. اللهم اغفر لي ذنوبي يا رب العالمين. 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 اللهم اغفر لي ذنوبي يا
رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള് അറിയാതെ വന്നു പോയ പാപങ്ങള് നീ പുറത്ത് നൽകണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ് ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹ് ഞങ്ങളിതായി ദിക്റിനെ ചൊല്ലി അല്ലാഹ് നീ സ്വീകരിക്കണേ ഇനിയും കൂടുതൽ ചൊല്ലാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ് നീ ഭാഗ്യം നൽകണേ അല്ലാഹ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ പാപങ്ങൾ പുറത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളെ മുറാദുകൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ജോലി നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ ഭർത്താക്കന്മാരിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ ഭാര്യമാരിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ വീട്ടിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മളെ മജ്ലിസിൽ നമ്മൾ ഈ പവിത്രമാക്കപ്പെട്ട റമളാനിൽ ധാരാളമായി ദുആ ചെയ്യാറുണ്ട്. ദുആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റമളാനിൽ ധാരാളമായി ഈ ദുആയെ നിങ്ങൾ പതിവാക്കണേ എന്ന് അവിടുത്തെ ഉമ്മത്തിനോട് ദുആ ചെയ്യാൻ പറഞ്ഞ ദുആ ഏതാണ്? ദുആ അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا أرحم الراحمين يا الله ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ് നീ ചേർക്കണേ അല്ലാഹ് നീ ചേർക്കണേ
പൊറുക്കണല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ. ഈ മഗ്ഫിറത്തിന്റെ പത്തില് ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണല്ലോ, നീ പൊറുക്കണല്ലോ. അല്ലാഹുവേ നീ ഞങ്ങൾ എന്നോട് കേഞ്ഞ് അപേക്ഷിക്കുന്നുല്ലോ, നീ ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണല്ലോ, ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണല്ലോ. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ അല്ലാഹുവേ നീ സ്വീകരിക്കണല്ലോ. ഞങ്ങളെ മുറാദുകളെ നീ സ്വീകരിക്കണല്ലോ. ഞങ്ങളെ ഹലാലായ മുറാദുകളെ നീ ഹസിലാക്കണല്ലോ, നീ ഹസിലാക്കണല്ലോ, നീ ഹസിലാക്കണല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ അടുത്തത് നമുക്ക് ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഈ മഗ്ഫിറത്തിന്റെ പത്തില്, പാപങ്ങൾ പൊറുക്കുന്ന പത്തില് നമ്മൾ ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്, ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇസ്തിഗ്ഫാറിനെ പറ്റി പറഞ്ഞത് ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ തുടർന്നു കൊണ്ടിരുന്നാൽ, ധാരാളമായി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ജീവിതത്തിൽ അവൻ ഇസ്തിഗ്ഫാറുകൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീകിൻ മഖ്റജാ. അവന്റെ ജീവിതത്തിൽ ഗുഡ്സായ കാര്യങ്ങൾ, അവന്റെ ദുന്യവിയായ കാര്യമാണെങ്കിലും, നാളെ ആഖിറത്തിലെ കാര്യമാണെങ്കിലും, നാളെ ആഖിറത്തിലെ കാര്യമാണെങ്കിലും, ഖബറിലാണെങ്കിലും അവനിക്ക് ഗുഡ്സായതൊക്കെ അല്ലാഹു തുറസാക്കി കൊടുക്കും, വിശാലമാക്കി കൊടുക്കും. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീകിൻ മഖ്റജാ, അവന്റെ ഗുഡ്സായ എല്ലാ കാര്യം അല്ലാഹു തുറസാക്കിയിട്ട് കൊടുക്കും. എവിടെയും അവനക്ക് ഗുഡ്സ് ഉണ്ടാവൂല. നമ്മളിപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ വലിയ ഗുഡ്സായിട്ട്, വലിയ പ്രയാസത്തിൽ ഇങ്ങനെ ഗുഡ്സായി നിൽക്കുകയാണ്. അല്ലാഹു അവന് വിശാലമാക്കി കൊടുക്കും. ഗുഡ്സിൽ നിന്ന് അല്ലാഹു വലിയ തുറവിടം അല്ലാഹു തുറസാക്കി കൊടുക്കും. അവനക്ക് ഒരു ഗുഡ്സായ കാര്യം ഉണ്ടാവൂല ജീവിതത്തിൽ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വഹിയുടെ വാക്കുകൊണ്ട് പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതല്ല. ഹബീബായ തങ്ങൾ ഇതുവരെ കളവ് പറയാത്ത മുത്തളീബത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഹിയുടെ വാക്കുമായി പറഞ്ഞതാണ്. നമ്മൾ സ്വീകരിക്കണേ. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ ധരിപ്പിച്ചാൽ അവർക്ക് ഗുഡ്സായതൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ നമ്മൾ ഈ രണ്ടാമത്തെ പത്തില്, മഗ്ഫിറത്തിന്റെ പത്തില് നമ്മൾ ധാരാളമായി ചൊല്ലണം. ഹബീബായ തങ്ങള് അവിടെ കൊണ്ട് ഹദീസ് നിർത്തിയില്ല. വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അവനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും, ധാരാളമായി ടെൻഷൻ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ മജ്ലിസ് കാണുന്നവരിലുണ്ട്. എന്ത് ടെൻഷനാണെങ്കിലും വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എന്ത് ടെൻഷനാണെങ്കിലും അല്ലാഹു അത് തീർത്ത് സലാമത്ത് അല്ലാഹു കൊടുക്കും. എല്ലാ ടെൻഷന്, മാനസികമായ ടെൻഷന്, മാനസികമായ പിരിമുറുക്കം, മാനസിക അസ്വസ്ഥത, ടെൻഷന്, പ്രയാസങ്ങൾ, മാനസികമായി എന്ത് മനസ്സിനെ കുലുക്കുന്ന, മനസ്സിനെങ്ങനെ ചാഞ്ചാടിപ്പിക്കുന്ന എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലാഹു എന്തധികരിപ്പിച്ചാൽ, ഇസ്തിഗ്ഫാർ ആരെങ്കിലും ലാസിമാക്കിയാൽ, ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ, ഇസ്തിഗ്ഫാർ കൊണ്ട് നടന്നാൽ അവനക്ക് എല്ലാ ടെൻഷനും എല്ലാ ഗുഡ്സും അല്ലാഹു മാറ്റിക്കൊടുക്കും. ഹബീബായ തങ്ങള് വീണ്ടും ഹദീസിലൂടെ പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങള് ഹദീസിൽ അവിടെ ക്ലോസ് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്? ഫറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഫറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്.
ആ മനുഷ്യന് വേണ്ട ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മനുഷ്യന് വേണ്ട എല്ലാ ബർക്കത്തും അല്ലാഹു അവന്റെ ജീവിതത്തിൽ നിറച്ചിട്ട് കൊടുക്കും. അവനിൽ ബർക്കത്ത് അല്ലാഹു നൽകും, അവന്റെ മക്കളിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവന്റെ ഭാര്യയിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവളുടെ ഭർത്താവിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവന്റെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവന്റെ സകനാത്ത് ഹറകാത്ത് അഫ്ആലുകളിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകുമെന്ന് ആരംഭപ്പുവായ മുത്തുളീമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തില്, ഈ പുണ്യമാക്കപ്പെട്ട മഗ്ഫിറത്തിന്റെ പത്തില്, ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട പത്തില് നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മളെ കാര്യങ്ങൾ റെഡിയാവാൻ, നമ്മളെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, നമുക്ക് ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ, നമ്മളെ ഗുഡ്സായ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിശാലത നൽകാൻ, നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാ ബർക്കത്തും നേടിയെടുക്കാൻ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ. നമുക്ക് ചൊല്ലാം, ഈ മജ്‌ലിസിലിരുന്നു കൊണ്ട് നമുക്ക് ചൊല്ലാം, അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റഹ്മാനുർ റഹീമീനായ അല്ലാഹ്, ഈ ഇസ്തിഗ്ഫാറിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള് നീ പുറത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വൻപാപങ്ങൾ നീ പൊറുക്കണം അല്ലാഹ്, ചെറു പാപങ്ങൾ നീ പൊറുക്കണം അല്ലാഹ്. നിങ്ങൾ സാഹചര്യത്തിന്റെ അടിമപ്പെട്ടുകൊണ്ട് ധാരാളം അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്, അറിയാതെ പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്, നീ പൊറുക്കണം അല്ലാഹ്. ഇനി ഒരിക്കലും അല്ലാഹ് അത്തരം പാപങ്ങള്, അത്തരം തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകില്ല അല്ലാഹ്. അല്ലാഹുവേ നീ പൊറുക്കണം അല്ലാഹ്, നീ പൊറുക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. ഈ മഗ്ഫിറത്തിന്റെ പത്തില് ധാരാളമായി ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കണം, ധാരാളമായി നാം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. അടുത്ത ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിhi, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിhi, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi, 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 അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിhi, സുബ്ഹാനല്ലാഹിൽ
العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله رحم الراحمين يا الله ഈ ഇസ്തിഗ്ഫാറിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിന്റെ കാരണത്താൽ ഞങ്ങൾ ചൊല്ലിയതിന്റെ കാരണത്താൽ ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണം അല്ലാഹ്. ഈ മാസത്തിലോ അല്ലാഹ്, ഈ ദിവസത്തിലോ അല്ലാഹ്, ഈ മഗ്ഫിറത്തിന്റെ 10 അല്ലാഹ് ഞങ്ങളെ പാപങ്ങൾ പൊറുത്തുകൊണ്ട് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ്. നീ സഫലീകരിക്കണം അല്ലാഹ്. ഒരു വീടില്ലാത്തവരുണ്ട് അല്ലാഹ്, ഒരു ഹൈറായ വീട് നീ കൊടുക്കണം അല്ലാഹ്. തങ്ങളെ ഒരു വീടില്ല തങ്ങളെ, കോട്ടൈസിലാണ് വാടക കൊടുത്തു പടുത്തു തങ്ങളെ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ വീട് നീ കൊടുക്കണമല്ലാ, നീ കൊടുക്കണമല്ലാ, നീ കൊടുക്കണമല്ലാ. ഞങ്ങളെ നീ കാത്തോളണമല്ലാ. ധാരാളം കടബാധിതരുള്ളവരുണ്ട് അല്ലാ, കടത്തിൽ കുടുങ്ങി നിൽക്കുന്നവർ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരുണ്ട് അല്ലാ. കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടം അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ മജ്‌ലിസ് കാണുന്നവരുണ്ട് അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണമല്ലാ, നീ കൊടുക്കണമല്ലാ. ധാരാളം മുറാദുകളുള്ളവർ, ധാരാളം ഉദ്ദേശങ്ങളുള്ളവർ അല്ലാ നീ സഫലീകരിക്കണമല്ലാ, നീ സഫലീകരിക്കണമല്ലാ. ജോലി ഇല്ലാത്തവർ, വിവാഹങ്ങൾ നടക്കാത്തവർ അല്ലാ നീ അടുപ്പിക്കണമല്ലാ. ജോലിയെയും ഒരു ഇണയെയും നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ അല്ലാ. അടുത്ത ദിക്ർ നമ്മൾ മജ്‌ലിസിൽ ചൊല്ലാറുള്ള ദിക്റാണ്, വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ. മനപ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങളല്ലാ നീ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ, നീ വിശാല നൽകണേ അല്ലാ. ജീവിതത്തിൽ ടെൻഷൻ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ മാനസികമായ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ, മാനസികമായ പിരിമുറുക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നീ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ പ്രയാസങ്ങൾ നീ നൽകല്ലേ അല്ലാ. ഈ സയ്യിദിയ മജ്‌ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാ, ഈ സയ്യിദിയ മജ്‌ലിസിന്റെ ഹാദിമീങ്ങളുണ്ട് അല്ലാ. അല്ലാഹുവേ സാദാത്യങ്ങളെ ഇട്ടം വെച്ചത് കൊണ്ടാണ് അല്ലാ, അവരെ ബഹുമാനിച്ചത് കൊണ്ടാണ് അല്ലാ ഈ സയ്യിദിയ മജ്‌ലിസ് മുടങ്ങാതെ വീക്ഷിക്കുന്നവർ അല്ലാഹുവേ അവർക്ക് നീ കാവൽ കൊടുക്കണം അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം നീ കൊടുത്തനുഗ്രഹിക്കണം അല്ലാ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്‌ലിസിൽ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത് ഹബീബായ തങ്ങളെ ഹദ്റത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്തുകൾ ചൊല്ലാം. ധാരാളമായി ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നിങ്ങൾ സ്വലാത്തുകൾ ചൊല്ലണേ. ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ലണേ. ഹബീബായ റസൂലുള്ളാഹിനെ മനാമിൽ
ഒന്ന് കാണാൻ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല് സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ഈ മാസത്തിൽ അധികരിപ്പിക്കുക. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹുവേ അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ സകലമായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ ഈ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, രോഗങ്ങൾ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, തൈറോയിഡിന്റെ അസുഖം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കാൽമുട്ട് വേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കാലുവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഹൃദയ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കിഡ്നി സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, തല സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, വയർ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കൺ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കാത് സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ശരീരത്തിന്റെ ഒരു അവയവത്തിലും രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്കൊന്ന് ചെന്ന് ഞങ്ങളുടെ നേതാവിന്റെ അടുക്കലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ അല്ലാഹുവേ ആ പൂമേനിയൊന്ന് മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിലെ അവസാനത്തെ സ്വലാത്ത് ഇത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യണം. എല്ലാവരും ദുആയിൽ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് ആമീൻ പറയണേ, ആമീൻ പറയണേ. അവസാനമായിട്ടുള്ള ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലണേ, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റുചൊല്ല്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നമുക്ക് ചെല്ലാം. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ
سيدنا محمد والآل والأصحاب سلم صلى الله على 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 سيدنا محمد والآل والأصحاب سلم رحم الراحمين يا الله ഈ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്, നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹ് ധാരാളം പാപങ്ങൾ ജീവിതത്തിൽ ചെയ്ത് വന്നു പോയവരാണ് അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്, നീ മാപ്പ് നൽകണേ അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്, ഹുദവി നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്, നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, നമ്മൾ ഓതിയ ഫാത്തിഹകൾ, നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എല്ലാവരും ആമീൻ പറയാം, എല്ലാവരും ആമീൻ പറയാം. നമ്മുടെ മനസ്സിലുള്ള മുറാദ് അത് കരുതുക, മനസ്സിലുള്ള ആ ഉദ്ദേശം മനസ്സിലുണ്ട് കരുതുക, എന്നിട്ട് ആമീൻ പറയാം, ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. റമളാൻ 30-ലും മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു മജ്ലിസിൽ നിന്ന് പോലും പിരിഞ്ഞു പോകരുത്. നിങ്ങൾ റമളാൻ 30 മജ്ലിസിൽ പങ്കെടുത്തു നോക്കി, ഇനി റമളാൻ കഴിഞ്ഞാലുള്ള മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്തു നോക്കി. റമളാന്റെ മജ്ലിസ് ഞാൻ പ്രത്യേകം പറഞ്ഞെന്ന് മാത്രം. നിങ്ങളെ മനസ്സിലുള്ള മുറാദുണ്ട് കരുതി പങ്കെടുത്തു നോക്ക്, അല്ലാഹു സാധിപ്പിച്ചു തരും, അല്ലാഹു സാധിപ്പിച്ചു തരും. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ മജ്ലിസിന്റെ ഇടക്കിടക്ക് ഞാൻ പറയാറുണ്ട്, കുറേ അനുഭവങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയണ്ടെന്ന് വെച്ചിട്ടാണ്. കുറേ അനുഭവങ്ങളുണ്ട് മജ്ലിസിൽ, കുറേ മുറാദുകൾ ഹാസിലായ ആളുകൾ, അവർ ധാരാളം അനുഭവങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇടക്കൊക്കെ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا الله يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله.
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ് അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അടിമകളായ ഞങ്ങളെ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളെ തേട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരെ ഉദ്ദേശങ്ങളെ നീ പൂവണിയിച്ചു കൊടുക്കണം അല്ലാഹ്. നമ്മുടെ ഈ സയ്യിദിയ്യ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ വീക്ഷിക്കുന്നവരുണ്ട് അല്ലാഹ്. കൊയക്കൽ അല്ലാഹ്, നീ തളർത്തൽ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. ധാരാളം സഹോദരി സഹോദരന്മാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാര് നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. സാലറിയിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് അവരുടെ ജീവിതത്തിൽ അല്ലാഹ് മനസ്സമാധാനം നീ നൽകണേ അല്ലാഹ്, ഐക്യം നിലനിർത്തണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ ദുശീലങ്ങൾ മാറാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നല്ല ബുദ്ധി അവർക്ക് കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധിയെ നീ തോന്നിപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. നാടിനും വീടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളുടെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ ഈ സയ്യിദിയ്യ മജ്ലിസ് കാണുന്ന ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത മക്കളുടെ കാര്യങ്ങൾ, ലഹരിക്കടിമപ്പെടുന്ന മക്കളുടെ കാര്യങ്ങളാണ് അല്ലാഹ്. അത്തരം അവസ്ഥ അല്ലാഹ് ഞങ്ങളെ മക്കൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. അവരെ ജോലി തടസ്സങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹ് ഹൈറായ ജോലി നീ അടുപ്പിക്കണം അല്ലാഹ്. അവരെ വിവാഹ തടസ്സങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണം അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹൈറിന്റെ അഹ്ലുകാരിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ധാരാളം ദുആ വസിയ്യത്തുകളുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്.
നീ കബൂലാക്കണേ അല്ലാ. അവരെ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാ. അല്ലാഹുവേ ധാരാളം രോഗികൾ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ നൽകണേ അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ബ്ലഡ് ട്യൂമർ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കുന്ന ഒരവസ്ഥ അല്ലാഹുവേ അത്തരം രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കൾ പറയുന്ന അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ നീ കെടുത്തല്ലേ അല്ലാ. അത്തരം അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ നീ കെടുത്തല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. പരാജിതരിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ. തനാസുൽ റെഡിയായിട്ടില്ല തങ്ങളെ, ഇഖാമ ശരിയായിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാ. അത്തരം അവസ്ഥ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. ധാരാളം എൻ്റെ ദ്വീപനിവാസികൾ, ദ്വീപ് സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ അവരെ നീ കാത്തോളണേ അല്ലാ. അവർക്ക് ഖൈർ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസം അല്ലാഹുവേ ഖൈറിന്റെ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ചേർക്കണേ അല്ലാ. നീ ചേർക്കണേ അല്ലാ. ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. നോമ്പും 30 നോൽക്കാൻ അല്ലാ ഞങ്ങൾക്കൊരു ഖുവത്ത് നൽകണേ അല്ലാ. അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ നൽകല്ലേ അല്ലാ. ധാരാളം ഖത്മുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളിൽ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ദുആക്ക് ആമീൻ പറഞ്ഞിരുന്നവർ, ദിക്റുകൾ ചൊല്ലിയിരുന്നവർ, സ്വലാത്തുകൾ ചൊല്ലിയിരുന്നവര്, നോമ്പനുഷ്ഠിച്ചിരുന്നവര് അർഹമുർ റഹീമീനായ അല്ലാഹ് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹ്. അവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾ മജ്ലിസിൽ പറഞ്ഞതും ചൊല്ലിയതുമായ കാര്യങ്ങൾ അല്ലാഹ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഒരു നൂറാനിയത്തായി, ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ കുടുംബങ്ങളിൽ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. അവർക്ക്
അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുങ്ങി തീർന്നതുപോലെ ഒരുങ്ങി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ. അവരെ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, നീ വിശാല നൽകണേ അല്ലാ. നിന്റെ മലാക്കന്മാരുടെ സഹായം പൊന്നുമ്മാന്റെയും പൊന്നുപ്പാന്റെയും ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് പൊന്നുമ്മാന്റെയും പൊന്നുപ്പാന്റെയും ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാ, നീ വിരിപ്പിക്കണേ തമ്പുരാനെ അർഹമുർ റഹീമീനായ അല്ലാ. അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഇമ്പരപ്പടിയിൽ ഉണക്കട്ടി ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താണ്ടി തലയിലേക്ക് കെട്ടപ്പെടുമല്ലോ, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, നീ ചേർക്കണമല്ലോ. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. അല്ലാ, ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണമല്ലോ. ഖബർ കുടുസാക്കല്ലോ, വിശാല നൽകണമല്ലോ. ഞങ്ങൾ ചെയ്തതും ചൊല്ലിയതുമായ കാര്യങ്ങൾ ഖബറിലേക്കൊരു നൂറാനിയത്തായ ഒരു പ്രകാശമായി നീ എത്തിക്കണമല്ലോ, നീ എത്തിക്കണമല്ലോ. ഞങ്ങൾ ജീവിതകാലത്ത് കൊടുത്ത സ്വതക്കകളല്ലോ നീ സ്വീകരിക്കണമല്ലോ, നീ കബൂലാക്കണമല്ലോ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണമല്ലോ, നീ ചേർക്കണമല്ലോ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ തമ്പുരാനെ. അല്ലാഹ്, ഈ മജ്ലിസിനെ കാണുന്നവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസത്തിലാണ്, ദിനത്തിലാണ് അല്ലാഹ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നോമ്പുകാരായിട്ടാണ് നിലകൊള്ളുന്നത്. അല്ലാഹ്, ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ ഭയാനകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്, നീ ഹറാമാക്കണേ അല്ലാഹ്, നീ ഹറാമാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.